നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തെങ്കിലും തെറ്റ് ദേവികയുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് ദേവിക മാത്രമായിരിക്കില്ല. ദേവികയുടെ 2 അനിയത്തിമാരെയും പുറത്താക്കേണ്ടി വരും. ഒടുവില് 3 പേരും കൂടി വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരും. ഓരോ നിമിഷവും ഉള്ളു വെന്ത് നേറിയാലും നീ ഇവിടം വിട്ട് എവിടെയും പോകരുത്. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അത് നീ കാണണം. ഇതെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. അതല്ലല്ലോ അതിന്റെ ഒരു മര്യാദ. ആദ്യ രാത്രിക്കുള്ള പാല് പെണ്ണ് തന്നെ അടുക്കളയിൽ കയറി തിളപ്പിച്ചെടുക്കുക എന്ന് വെച്ചാ അത് ഞങ്ങൾക്ക് മോശമല്ലേ? അതെ അതെ. ഇത് ദേവികയ്ക്ക്, ഇത് അഞ്ജിതയ്ക്ക്. ഇനി 2 ആളും മണിയറയിലേക്ക് ചെന്നോളൂ. വാ മോളെ. നീ ചെല്ലു മോളെ. ഞാൻ ഈ കിച്ചണൊക്കെ ഒതുക്കിയിട്ട് വരുമ്പോ വൈകും. മോളെ ചെല്ല്. ശരി മാഡം. സിദ്ധു എത്രയും പെട്ടെന്ന് പഴയ സിദ്ധുവായി മാറട്ടെ. എല്ലാം നിന്റെ കൈകളിലാ. എനിക്ക് ഉറപ്പുണ്ട് മോളുടെ സാമീപ്യത്തിലൂടെയും പരിചരണത്തിലൂടെയും സിദ്ധുവിനെ നമുക്ക് തിരികെ കിട്ടും. ഞങ്ങൾ എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം അത് കാണാതിരിക്കില്ല. എന്ന മോള് ചെല്ല്. ദേവികേ, എന്താ മുത്തശ്ശി? എനിക്ക് ദേവികയോട് ഒരല്പം സംസാരിക്കാനുണ്ട്. ദേവികേ, കുട്ടനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിച്ചതിലൂടെ, ഈ കുടുംബത്തിലെ മരുമകളാക്കിയതിലൂടെ വലിയൊരു ഉത്തരവാദിത്വ ഞങ്ങള് ദേവികയെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ കുടുംബത്തിന്റെ അഭിമാനവും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കേണ്ടതും ഈ കുടുംബത്തിനെ ഒരുമിച്ചു കൊണ്ടുപോവേണ്ടതും അതിലുപരി ഞങ്ങളുടെ കുട്ടനെ സുഖപ്പെടുത്തേണ്ടതും ഇനി ദേവികയുടെ ചുമതലേ. ദേവിക ഒരിക്കലും അത് മറന്ന് പ്രവർത്തിക്കരുത്. അതുപോലെ തന്നെ അനിയത്തിമാരുടെ ഭാവിയും ദേവികയുടെ കൈകളിലായിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഈ ഉത്തരവാദിത്തങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ വിട്ടുവീഴ്ച വരുത്തിയാൽ, എന്തെങ്കിലും തെറ്റ് ദേവികയുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് ദേവിക മാത്രമായിരിക്കില്ല. ദേവികയുടെ 2 അനിയത്തിമാരെയും പുറത്താക്കേണ്ടി വരും. ഒടുവില് 3 പേരും കൂടി വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരും. പറഞ്ഞതൊക്കെ ബോധ്യമായല്ലോ അല്ലേ? ഞാനിതെല്ലാം മുത്തശ്ശിക്ക് വാക്ക് തന്നിരുന്നല്ലേ. മുത്തശ്ശിക്ക് എന്നെ വിശ്വസിക്കാം. എന്റെ വാക്ക് ഞാൻ പാലിച്ചിരിക്കും.
അന്ന് ആ കടലിൽ ചാടി ജീവൻ ഒടുക്കിയിരുന്നെങ്കിൽ ഇന്നിപ്പോ ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുമായിരുന്നോ? വേണ്ട പേട്ടാ, ഞാനതൊന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാം മറന്നതാ. എന്തിനാ ഈ നേരത്തെ അതൊക്കെ? ഓ സോറി സോറി സോറി, ഞാൻ അതൊന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അതൊക്കെ വിട്ടേക്ക്. ദേ, ഇത് പുതിയ ലൈഫാ. എല്ലാം മറന്ന് നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം. അഭേട്ടാ, ഇതെന്റെ 2ാം ജന്മോ. ഇതെനിക്ക് നൽകിയത് അഭേട്ടനാ. അന്ന് അഭേട്ടൻ എന്നെ രക്ഷിച്ചതുകൊണ്ടാ എനിക്കിപ്പോ ഒരു ജീവിതം ഉണ്ടായത്, ഈ സൗഭാഗ്യങ്ങളെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് ഈ ജന്മം മുഴുവൻ ഞാൻ അഭേട്ടന് കടപ്പെട്ടവളായിരിക്കും. അഞ്ജിതേ, അഭേട്ടന്റെ സന്തോഷം എനിക്ക് പ്രധാനം. അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറാ. പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട്. ആഗ്രഹോ? എന്താഗ്രഹം? അതെനിക്ക് പറയാമോന്നറിയില്ല. ആ പറഞ്ഞോളൂ. തന്റെ ഏത് ആഗ്രഹവും ഇനി മുതൽ താൻ എന്നോടല്ലേ പറയേണ്ടത്. അഭേട്ടാ, ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴാ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾ ഉപേക്ഷിച്ചു പോയത്. അതിനുശേഷം വളരെ കഷ്ടപ്പെട്ടിട്ടാ അമ്മ ഞങ്ങളെ വളർത്തിയത്. അമ്മയ്ക്ക് ഞാനെന്ന് വെച്ച ജീവനാ. എന്നെ വിട്ടിട്ട് അമ്മയ്ക്കൊരു ജീവിതമില്ല. ഇന്ന് തന്നെ വളരെ വിഷമിച്ച അമ്മ ഇവിടുന്ന് പോയത്. അമ്മയെ പിരിഞ്ഞിരിക്കുന്ന വിഷമം എനിക്കും ഉണ്ട്. പറ്റില്ല അഭേട്ടാ. ഒരുപാട് ദിവസമൊന്നും അമ്മയ്ക്ക് എന്നെയും എനിക്ക് അമ്മയും പിരിഞ്ഞിരിക്കാനാവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.